വി ഗോവിന്ദൻ വിമർശനം ആവർത്തിച്ചിരിക്കുകയാണ്. നോക്കൂ, അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശമാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിൽ നിന്ന് ഉണ്ടാകുന്നത്. അത് ഈ കാലഘട്ടത്തിന് ചേർന്നതല്ല, പിന്തിരിപ്പനാണ്. അത് പല വിമർശനങ്ങളും ക്ഷണിച്ചു വരുത്തുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളുമായിരുന്നു. പക്ഷേ പല കോണിൽ നിന്നും അദ്ദേഹത്തെ പിന്തുണച്ച് ആ സമുദായത്തിൽ നിന്ന് തന്നെ പണ്ഡിതർ എന്ന് കരുതുന്ന പുരോഗമന നിലപാട് സ്വീകരിക്കുന്ന പലരും പോലും അതിനെ പിന്തുണച്ച് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. ഇത് ഒരു രാഷ്ട്രീയ വിഷയമായി കൂറി മാറുന്നതും കാണുകയാണ്. രാഷ്ട്രീയ വിഷയം എന്ന് പറയുമ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അത് പല തരത്തിലും പല നിലപാടുകളും മാറ്റുന്നതിനും മറിക്കുന്നതിനും ഒക്കെ ഇടയാക്കുന്നതുമാണ്. അവിടെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ആവർത്തിക്കുന്നു എന്നത് പ്രതീക്ഷ നൽകുന്നതാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ യഥാർത്ഥത്തിൽ വളരെ കുറെ കൂടി സത്യസന്ധനായ ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം അദ്ദേഹം പറയുന്നതാണ് ഇസ്ലാമിലെ യഥാർത്ഥ സ്ത്രീ സങ്കല്പം എന്ന് പറയും. അതിനെതിരെ ഒരു ശബ്ദം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന്, ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അതിനെതിരെ ഒരു ശബ്ദം ഉണ്ടാവുക എന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു നടപടിയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ആ കാര്യത്തിൽ ഒരു പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുമുണ്ട്. കാരണം അദ്ദേഹം വളരെ ധൈര്യപൂർവ്വം തന്റെ നിലപാട്, തന്റെ പ്രസ്താവന ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അബൂബക്കർ മുസ്ലിയാർ ഇത്തരം സ്ത്രീവിരുദ്ധ നിലപാടുകൾ പറയുന്നത് ഇതാദ്യമല്ല. ഇതിനു മുമ്പ് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഏറ്റവും വിവാദമായിരുന്ന ഒരു പ്രസ്താവന നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം ആർത്തവ കാലത്ത് പുരുഷന് കാമം ശമിപ്പിക്കണമെങ്കിൽ ഒന്നിലധികം വിവാഹം കഴിക്കണം. ഇസ്ലാമിലെ ബഹുഭാര്യത്വത്തെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു, ആണും പെണ്ണും കൂടിച്ചേർന്ന് വ്യായാമം ചെയ്യാൻ പാടില്ല, സ്ത്രീ പുരുഷന്മാർ കൂടിച്ചേരുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഇടയാക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ഇതിനെ രേണുക എന്നോട് ചോദിച്ചിരിക്കുന്നത്, ഇതിനെ മറ്റ് മുസ്ലിം സംഘടനകൾ പിന്തുണക്കുന്നുണ്ടല്ലോ എന്നാണ്. തീർച്ചയായും മറ്റ് മുസ്ലിം സംഘടനകൾക്ക് അത് പിന്തുണക്കാനേ കഴിയുകയുള്ളൂ. കാരണം അതാണ് ഇസ്ലാമിന്റെ സ്ത്രീ സങ്കല്പം എന്ന് പറയുന്നത്. നമ്മൾ താലിബാനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ അല്ലെ കേരളത്തിലെ മത സംഘടനകൾ മുഴുവൻ പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്, താലിബാൻ ഞങ്ങളുടെ ഇസ്ലാം അല്ല, അല്ലെ അൽ ഖായിദയുടേത് ഞങ്ങളുടെ ഇസ്ലാം അല്ല എന്ന് ന്യായീകരിക്കുന്നത് കാണാറുണ്ട്. യഥാർത്ഥത്തിൽ താലിബാൻ അഫ്ഗാനിൽ എന്താണോ സ്ത്രീകളുടെ കാര്യത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും തൊഴിലിന്റെ കാര്യത്തിലായാലും പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന കാര്യത്തിലായാലും താലിബാൻ എന്താണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്, അതേ വാദമാണ് ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉന്നയിക്കുന്നത്. അതേ നിലപാടാണ് ഇസ്ലാമിന് മൊത്തത്തിലുള്ളത്. ഇസ്ലാം എന്ന ഒരു പ്രത്യയശാസ്ത്രത്തിനുള്ളിലുള്ള സ്ത്രീ സങ്കല്പം സ്ത്രീ വിരുദ്ധമാണ്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഒന്നും രണ്ടുമല്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, സ്ത്രീകൾ ഏത് ഇടപാടിലും ഒരു സ്ത്രീകളാണ് സാക്ഷി പറയുന്നതെങ്കിൽ രണ്ട് സ്ത്രീകളാണ് ഒരു പുരുഷന് സമമായിട്ട് കണക്കാക്കുന്നത്. ഒരു പുരുഷൻ സാക്ഷി പറയുന്നിടത്ത് രണ്ട് സ്ത്രീകൾ ഉണ്ടെങ്കിൽ ആ സാക്ഷ്യത്തിന് വിലയുള്ളൂ. പിന്നെ അനന്തരാവകാശത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അനന്തരാവകാശത്തിലേക്ക് വരികയാണെങ്കിൽ സ്ത്രീക്ക് പുരുഷന്റെ പകുതിയെ കിട്ടുകയുള്ളൂ. ഇനി പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ അതിൽ നല്ലൊരു ഭാഗം പിതാവിന്റെ മറ്റു ബന്ധുക്കൾക്ക് പോകും. ഇങ്ങനെ സ്ത്രീവിരുദ്ധമായ ഒരുപാട് സംഭവങ്ങൾ ഇസ്ലാമിനകത്തുണ്ട്. ഇനി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് ഞാൻ പറയുമ്പോൾ അതിന് തെളിവാണ് ഇന്ന് ഇപ്പോൾ ഹുസൈൻ മടവൂർ, മുജാഹിദ് നേതാവാണ്. കാന്തപുരം വിഭാഗവുമായി നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ ഘടകവിരുദ്ധമാണ്, ബദ്ധവൈരികളാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ഹുസൈൻ മടവൂർ അടക്കം പുതിയ പ്രസ്താവനയുമായി വന്നിരിക്കുന്നു. സ്ത്രീകൾ പുറത്തിറങ്ങിയാൽ സ്ത്രീകൾ പുരുഷന്മാരുമായി കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ അവിടെ വ്യഭിചാരം നടക്കാൻ സാധ്യതയുണ്ടെന്ന് ഹുസൈൻ മടവൂർ പറയുന്നു. ഇനി ഇതിനേക്കാളൊക്കെ രസകരമായ മറ്റൊരു സംഭവമുണ്ട്. അത് നമ്മൾ വളരെ പുരോഗമന പ്രസ്ഥാനമായി അഭിനയിക്കുകയും പുരോഗമന പ്രസ്ഥാനമായി അഭിനയിക്കുകയും രംഗത്ത് നിൽക്കുകയും ചെയ്യുന്ന കോള് വരുന്നതാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യൻ അബുൽ അല മൗദൂദി എഴുതിയ പർദ എന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം അടിമുടി സ്ത്രീവിരുദ്ധമാണ്. അതിലെ വാചകങ്ങൾ തന്നെയാണ് ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആണെങ്കിലും ഹുസൈൻ മടവൂർ ആണെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന്റെ രസകരമായ മറ്റൊരു വസ്തുത, ജമാഅത്തെ ഇസ്ലാമിയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബദ്ധവൈരികളാണ്, ഘടകവിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്.
പക്ഷേ മൗദൂദിയുടെ പർദ എന്ന പുസ്തകം അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത് കാന്തപുരം വിഭാഗത്തെ അനുകൂലിക്കുന്ന ഒരു സുന്നി പ്രസിദ്ധീകരണശാലയാണ്. കാരണം അതിൽ അവർ പറയുന്നുണ്ട് സ്ത്രീകൾ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല, സ്ത്രീകൾ വീട്ടിനകത്തിരിക്കണം, സ്ത്രീകൾ കുഞ്ഞുങ്ങളെ നോക്കണം, പ്രസവവും കുട്ടികളെ നോക്കലുമാണ് സ്ത്രീകളുടെ ചുമതല എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. ഇത് ഏത് ഇസ്ലാമിക സംഘടനയ്ക്കും ഇതിനെ പിന്തുണക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കുറെ കൂടി സത്യസന്ധനും ഓപ്പൺ ആയിട്ട് ഇസ്ലാമിനെ തുറന്നു കാട്ടുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് മറ്റ് മുസ്ലിം സംഘടനകൾ, മറ്റ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തെ പിന്തുണക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ശരി.